അപ്പോൾ എൻ്റെ മുന്നിൽ ChatGPT ഉണ്ട്, ഒരു ക്ലിനീഷ്യനും ഉണ്ട്. എഐക്ക് മെൻ്റൽ ഹെൽത്ത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്ലിനീഷ്യൻ ഡയഗ്നോസ് ചെയ്യുന്ന പോലെ തന്നെ ChatGPTക്കും ക്ലിനിക്കൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. വേണമെന്നില്ല. ChatGPTക്ക് സൂയിസൈഡ് റിസ്ക് അസസ് ചെയ്യാൻ പറ്റും. വേണമെന്നില്ല. മെഡിസിൻസ് എല്ലാം സൈഡ് എഫക്റ്റ് ഉള്ള സാധനമാണ്. നിങ്ങൾ മെഡിസിൻ എടുത്താൽ നിങ്ങൾ വൻ റിസ്കിലേക്ക് പോകും. വസ്തുതാപരമായി ശരിയല്ല. ഒരു AI പ്ലാറ്റ്ഫോം വിചാരിച്ചു കഴിഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത് ട്രീറ്റ്മെൻ്റ് ഉള്ള കുറേ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റും. ഒരു പരിധി വരെ അതിനൊരു സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ ഇഷ്യൂസ്, പേഴ്സണൽ ട്രോമ ഞാൻ AI ആയിട്ട് ഷെയർ ചെയ്യുന്നു. സേഫ് ആയിരിക്കും. ഒരു ഇൻ്റർനെറ്റ് ബേസ്ഡ് കാര്യങ്ങളും സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഒരു പ്രശ്നമുണ്ട്, എനിക്കൊരു സൊല്യൂഷൻ AI തന്നു. ആ സൊല്യൂഷൻ എനിക്ക് വർക്കായില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവന് തന്നെ ഹാനികരമായി. ആരായാലും റെസ്പോൺസിബിലിറ്റി എടുക്കും? അത് AI തന്നെയാണ്. ഒറ്റ കാര്യം സൈക്കാട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിൽ AIക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? സഹാനുഭൂതി, എമ്പതി. പണ്ടോട്ടേ ഉള്ളൊരു പ്രവണതയാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പെട്ടെന്ന് നമ്മുടെ ഫോൺ എടുത്തിട്ട് ഗൂഗിളിലേക്ക് എനിക്ക് ഇന്ന സിംറ്റംസ് ഉണ്ട്, ഇത് എന്താണെന്ന് ചോദിക്കുകയും ഗൂഗിൾ നമുക്കൊരു ആൻസർ തരും. അത് ചിലപ്പോൾ നമ്മൾ ചെസ്റ്റ് പെയിൻ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഗൂഗിൾ നമുക്ക് പറഞ്ഞു തരും ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞു തരും. ഇതേപോലെ ഇപ്പം മെൻ്റൽ ഹെൽത്തിലേക്ക് വരുമ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് നമ്മളുടെ ഇതേ പ്രശ്നങ്ങൾ അങ്ങോട്ട് ഗൂഗിളിനോടല്ല ഇപ്പോൾ ചോദിക്കുന്നത്, ChatGPT പോലെയുള്ള AI പ്ലാറ്റ്ഫോമിനോട് ചോദിക്കുകയും അപ്പം ഈ ChatGPT പോലുള്ള പ്ലാറ്റ്ഫോംസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെ അവർ അനലൈസ് ചെയ്യുക അവരുടെ രീതിയിൽ. അതൊരു മെക്കാനിസം ആണല്ലോ. അത് അനലൈസ് ചെയ്തിട്ട് അതിനെ പിന്നീട് തെറാപ്യൂട്ടിക് രീതി അല്ലെങ്കിൽ തെറപ്പിസ്റ്റ് ലെവലിലേക്ക് ആളുകൾ യൂസ് ചെയ്യുന്ന കാണാറുണ്ട്. എന്താ തോന്നുന്നത് ആസ് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ? ഒരു സൈക്കാട്രിസ്റ്റ് ആണല്ലോ ഡോക്ടർ ഷാജി എന്ന് പറയുന്നത്. ഇപ്പം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് ശരിക്കും മെൻ്റൽ ഹെൽത്തിൽ ഒരു ശാപമാണോ അനുഗ്രഹമാണോ? ഇല്ല, ശാപം അനുഗ്രഹം എന്നുള്ളൊരു കാഴ്ചപ്പാടിലല്ല ഞാനിതിനെ കാണുന്നത്. ഒന്നാമതായിട്ട് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വളരെയധികം പുരോഗതി ഉണ്ടായിട്ടുണ്ട്. മെൻ്റൽ ഹെൽത്തിൽ തന്നെയുള്ള പുരോഗതിയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം നമ്മളിപ്പോൾ ന്യൂറോബയോളജിയുടേതായിട്ടുള്ള കോംപ്ലക്സിറ്റീസ് അനാവരണം ചെയ്യുന്നതായിട്ടുള്ള ഫങ്ഷണൽ ന്യൂറോ ഇമേജിംഗ് ടെക്നിക്സും അതേപോലെയുള്ള ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള വികാസം കൊണ്ടാണ് ഇന്ന് നമ്മൾക്ക് മാനസിക രോഗത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ മനസ്സിൽ നടക്കുന്ന പ്രക്രിയകളെക്കുറിച്ചുമൊക്കെ വളരെയധികം വ്യക്തത വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള രോഗനിർണയം, അതുപോലെ തന്നെ തെറാപ്പികൾ, അതേപോലെ തന്നെ മോണിറ്ററിങ്, ഇതൊക്കെ പുതുതായിട്ട് ഇവോൾവ് ചെയ്യുന്നൊരു ഫീൽഡാണ്. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി മാനസിക ആരോഗ്യ രംഗത്തെ പോഷിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ കാണുന്ന പ്രായോഗികമായിട്ടുള്ള നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ് അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് നമ്മളിത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് പലപ്പോഴും വിദ്യാഭ്യാസമുള്ള ആൾക്കാരും അതേപോലെ ആൾക്കാർ വരുമ്പോൾ അവരൊരു സ്വയം ഈ ആർട്ടിഫിഷ്യൽ ChatGPT പോലെയുള്ള അല്ലെങ്കിൽ ഗൂഗിൾ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ഒരു രോഗനിർണയം നടത്തിക്കൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ആ രോഗനിർണയം നടത്തിക്കൊണ്ട് വരുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് ഇവർ നടത്തുന്ന രോഗനിർണയവും നമ്മുടെ ക്ലിനിക്കൽ ഇവാലുവേഷൻ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് ഇൻ്റർവ്യൂവിങ്ങിനും മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനും ഒക്കെ ശേഷം നമ്മൾ എത്തിച്ചേരുന്ന ആ നിഗമനങ്ങളും തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ആളുകളൊക്കെ ഈ സാറ് പറഞ്ഞ പോലെ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പം അവരെ സംബന്ധിച്ചിട്ട് പലപ്പോഴും അവർ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, എനിക്ക് എൻ്റെ സിംറ്റംസ് ഇപ്പോൾ ChatGPT വളരെ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, സംശയമില്ല. അപ്പം ഇതേ കാര്യം തന്നെ ഈ സിംറ്റംസ് അങ്ങോട്ട് അടിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ ChatGPT തിരിച്ച് കുറച്ച് സംശയങ്ങൾ ചോദിക്കുന്നു, ദെൻ അത് കൺഫേം ചെയ്യുന്നു, ഒരു ഫൈനൽ ഡയഗ്നോസ് എത്തുന്നു. ഇതും ഒരു ക്ലിനീഷ്യൻ ഡയഗ്നോസ് ചെയ്യുന്നതും തമ്മിൽ, അല്ലെങ്കിൽ ഡയഗ്നോസിനേക്കാൾ ഉപരി ഒരു ക്ലിനീഷ്യൻ കൊടുക്കുന്ന സർവീസും തമ്മിൽ എന്താ അന്തരമുണ്ട്? വളരെയധികം അന്തരമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ചില ലീഡിങ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ സിംറ്റംസോ നമ്മൾ ഫീഡ് ചെയ്ത് അതിനകത്തൊരു ഫീഡ്ബാക്ക് കിട്ടുന്നതും നമ്മൾ ജീവിക്കുന്ന മനുഷ്യർ അവരുടെ ഒരു ഡോക്ടറും ഒരു രോഗിയും അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റും ക്ലയൻറ്റുമായിട്ട് ഫേസ് ടു ഫേസ് ഇരിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. എന്ന് മാത്രമല്ല, നമ്മളിപ്പം പലപ്പോഴും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ പറയുന്നത് ഇപ്പോൾ ഉള്ള കാര്യം, എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറാണ്, അല്ലെങ്കിൽ ഫാദർ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറാണ്, ഇന്ന ആൾക്കാർക്ക് ADHD ആണ്, അല്ലെങ്കിൽ ഓട്ടിസത്തിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്, ഇതൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള കാര്യം ഇവരുടെ നിഗമനങ്ങൾ എവിടുന്ന് നോക്കുന്നു. ഇപ്പോൾ സെൽഫ് അനാലിസിസ് നമ്മൾ പറഞ്ഞ ഓൺലൈനായിട്ടുള്ള ക്വസ്റ്റ്യനർ പേഴ്സണാലിറ്റി, എൻ്റെ പേഴ്സണാലിറ്റിയിൽ ഇന്ന ഇതുണ്ട്, ഞാൻ ഓൺലൈനായിട്ടുള്ള ഒരു ടെസ്റ്റ് നടത്തി അങ്ങനെ മനസ്സിലായി, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ ഇന്ന പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉള്ള ആളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കുമ്പം നമ്മളൊരു ഒരു ഒരു ക്ലിനിഷ്യൻ ഡയറക്റ്റ് ലൈവായിട്ടൊരു ആളെ കാണുന്നതും ഈ ഇതേപോലെയുള്ള ഡിവൈസിലൂടെ എത്തിച്ചേരുന്ന നിഗമനങ്ങളും തമ്മിൽ വളരെയധികം ഡിസ്പാരിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു സൈക്യാട്രിക് ഒരു രോഗനിർണയത്തിലേക്ക് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണ സാധാരണ പൊതുജനങ്ങൾക്കില്ല. അപ്പോൾ അവിടെ നമ്മൾ വരുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് സൈക്യാട്രിയിൽ നമുക്കറിയാം. ഇപ്പോൾ സ്കിസോഫ്രീനിയ, ബൈപോളാർ, ഇതിന് സ്പെസിഫിക് ആയിട്ട് ടെസ്റ്റുകളില്ല. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് സൈക്യാട്രിക് ഇൻ്റർവ്യൂയിങ് ആണ്. അതൊരു നമുക്കറിയാം. ഇപ്പോൾ ട്രെയിനിങ് ഇതിൽ തന്നെ നമ്മളൊരു ആൾ വരുന്ന കംപ്ലയിൻസ് അവരുടെ എന്നും വരെയായിരുന്നു ഒരു നോർമൽ, എന്തൊക്കെ വ്യതിയാനങ്ങളാണ് ഉണ്ടായത്, എത്ര കാലമായി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു നറേഷൻ, നമ്മളൊരു ഹിസ്റ്ററി ഓഫ് പ്രസൻറ്റിങ് കംപ്ലയിൻ്റ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു നറേഷൻ നമ്മൾ എടുക്കുന്നു. അതോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തെ നമ്മൾ ഒട്ടാകെ അതിൻ്റെ ജെനറ്റിക്കൽ, ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററി, അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റൽ ഹിസ്റ്ററി, അതിൻ്റെ വളർച്ചയുടെ ഹിസ്റ്ററി, സ്കൂൾ ഹിസ്റ്ററി, സെക്ഷൽ ഹിസ്റ്ററി, ഫാമിലിയിലുള്ള ഡൈനാമിക്സ്, ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം ഈ അസുഖം ഉണ്ടാകുന്നതിന് മുമ്പുള്ള പേഴ്സണാലിറ്റി എന്തായിരുന്നു, ഇതെല്ലാം നമ്മളൊരു സമഗ്രമായിട്ടുള്ള വിലയിരുത്തലിന് വിധേയമാക്കി അതോടൊപ്പം തന്നെ മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ, മാനസിക സ്ഥിതി പരിശോധന, അത് നമ്മൾ മനസ്സിൻ്റെ തന്നെ വിവിധ മാനസിക പ്രവർത്തനങ്ങളുടെ വിവിധ തലങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രെയിനിൻ്റേതായിട്ടുള്ള കപ്പാസിറ്റി, കോഗ്നിറ്റീവ് ഫങ്ഷനിങ്, അതുപോലെ തന്നെ തോട്ട്, ചിന്തകൾ, വികാരങ്ങൾ, അവരുടെ ഇന്ദ്രിയഗ്രഹണം, അതുപോലെ തന്നെ അവരുടെ വിവേചന ബോധം, ജഡ്ജ്മെൻറ്റ്, ഇതെല്ലാം നമ്മൾ അസസ് ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു ഡയഗ്നോസിസിലേക്ക് വരുന്നത്. എവിടെയാണ് ഇവരുടെ ഹിസ്റ്ററിയിൽ എവിടെയാണ് നിങ്ങൾ ഏതെങ്കിലും രോഗവുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നത്. അതേപോലെ അതുമാത്രമല്ല, മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനിൽ നമ്മുടേതായിട്ടുള്ള കണ്ടെത്തലുകൾ എന്തെല്ലാമാണ്, ഇതിനെയെല്ലാം കൂട്ടി വെച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇൻവെസ്റ്റിഗേഷൻസ്, ഇപ്പം ചിലപ്പോൾ ചില രോഗങ്ങൾ, മാനസിക രോഗലക്ഷണങ്ങൾ കാരണം, ഇപ്പോൾ തൈറോയിഡിസം, ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, എൻഡോക്രൈൻ ഡിസോർഡേഴ്സ്, ബ്രെയിനിനെ ബാധിക്കുന്ന രോഗങ്ങൾ, മെറ്റബോളിക് ഡിസോർഡർ, ഇതൊക്കെ പലപ്പോഴും രോഗകാരണമാണ്. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ചെന്നതിന് ശേഷമാണ് നമ്മളൊരു സൈക്യാട്രിക് ഡയഗ്നോസിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെ എത്തുന്ന ഒരു ഡയഗ്നോസിസും നമ്മളൊരു സിംറ്റംസ് മാത്രം അല്ലെങ്കിൽ നമ്മുടെ ലക്ഷണങ്ങൾ മാത്രം നമ്മൾ ഫീഡ് ചെയ്ത് അതിലൂടെ എത്തുന്ന ഒരു നിഗമനങ്ങളും തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ടാകുക സ്വാഭാവികമാണ്. അപ്പോൾ അന്ന് മാത്രമല്ല, നമുക്കിപ്പോൾ ഉള്ള കാര്യം പലപ്പോഴും നമ്മൾ ഒരു മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എടുക്കുമ്പോൾ തന്നെ ആ രോഗിയുടേതായിട്ടുള്ള വളരെയധികം കാര്യങ്ങൾ നമ്മളൊരു ഇൻ ടോട്ടാലിറ്റിയാണ്. ഇപ്പോൾ നമ്മളൊരു രോഗി നമ്മുടെ ദൃശ്യപഥത്തിൽ എത്തുമ്പോൾ തന്നെ അവരുടേതായിട്ടുള്ള ബോഡി ലാംഗ്വേജ്, അവരുടെ മുഖഭാവങ്ങൾ, അവരുടെ ശാരീരിക ചലനങ്ങൾ, അവർ മറ്റുള്ള ആൾക്കാരുടെ വേ ഓഫ് റിലേറ്റിംഗ് ടു അതേഴ്സ്, അതുപോലെ തന്നെ അവരുടെ ഇൻ്റർവ്യൂവിനോടുള്ള ആറ്റിറ്റ്യൂഡ്, എല്ലാം ഒരു മുറിയിൽ എൻ്റർ ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള എല്ലാ സകലമാന തരത്തിലുള്ള ശാരീരിക വ്യതിയാനങ്ങളും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഒബ്സേർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമുക്കൊരിക്കലും, എനിക്ക് തോന്നുന്നില്ല, ഇത്ര സമഗ്രമായിട്ടുള്ള ഒരു ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ കാണുന്നത് പോലെയും കേൾക്കുന്നത് പോലെയും അനുഭവിക്കുന്നത് പോലെയും അതിന് തത്തുല്യമായിട്ടുള്ള രീതിയിൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ പറഞ്ഞതുപോലെ മനുഷ്യന്റെ ഇമോഷൻ മറ്റൊരു മനുഷ്യന് മനസ്സിലാകുന്ന പോലെ മനസ്സിലാക്കാൻ ഒരു പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ പ്ലാറ്റ്ഫോംസിന് പറ്റണമെന്നില്ല. അതൊരു കാരണം പറഞ്ഞു. പക്ഷെ അതേസമയം ഇപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ് എന്നോടൊന്ന് പറഞ്ഞാണ്, ഞാൻ ChatGPTയോട് എൻ്റെ പ്രശ്നങ്ങൾ പറയാറുണ്ട്, അതെനിക്ക് സൊല്യൂഷൻസ് തരാറുണ്ട്. അതിൻ്റെ ഇപ്പം ChatGPTയോട് ആ വ്യക്തി ഈ ചോദിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് 24/7 ഈ സേവനങ്ങൾ ലഭ്യമായതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു തെറപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്ലിനീഷ്യൻ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റ്, ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രമേ അവൈലബിൾ ആവത്തുള്ളൂ. ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് ഇപ്പം എനിക്കൊരു ഇമോഷണൽ പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലോൺലിനെസ് എന്ന് പറയുന്നത് അത്രയും സിവിയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരോട് സംസാരിക്കണം എന്ന് അറിയാതിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ ഒരു ഡിവൈസ് കയ്യിലുള്ളപ്പോൾ അവർക്കത് യൂസ്ഫുൾ ആണ്. ഞാൻ ചോദിക്കുന്നത്, ഇതിൽ അവരത് ചെയ്യുന്നതിൽ എന്ത് തെറ്റാണ്? ഇല്ല, തെറ്റ് ശരി എന്നുള്ള കാര്യമല്ല, ഇതിനകത്ത് തെറ്റെന്നല്ല, യൂസ് ചെയ്യുന്നതിൽ തെറ്റെന്ന് പറയുന്നില്ല. അത് നമുക്ക് അഫോർഡബിൾ. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇതിന് പ്രേരിതമോ, ഒന്ന് അനോണിമിറ്റി, നമ്മൾ ആരാണ് എന്താണെന്ന് അറിയുന്നില്ല.
രണ്ട് അഫോർഡബിലിറ്റി, ആക്സസിബിലിറ്റി, അതുപോലെ തന്നെ ലെസ് സ്റ്റിഗ്മ അസോസിയേറ്റഡ് വിത്ത് ദിസ്. നമുക്കിപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണുന്ന ഉള്ള ഒരു അപകർഷതാബോധമില്ലാതെ നമ്മുടെ സ്വകാര്യതയിൽ നമുക്ക് ഈ ഡിവൈസുകളുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിൽ നമുക്ക് ഈ പലപ്പോഴും ഒരു നീഡ് ബേസ്ഡ് ആണല്ലോ നമ്മൾ സെർച്ച് ചെയ്യുന്നത്. നമ്മളിങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മൾ ഇതിനോട് ഇൻട്രാക്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ChatGPT ആയിട്ട് ചോദിക്കുന്നതിലോ ഒന്നും ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിനകത്ത് ചില നിഗമനങ്ങൾ നമുക്കിപ്പോൾ ഉള്ള കാര്യങ്ങൾ എല്ലാം അത് ശരിയായിരിക്കണമെന്നില്ല. ഇതിനെ പൂർണ്ണമായിട്ടും അന്ധമായിട്ട് വിശ്വസിക്കുക, ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ടോട്ടലി ഓഥൻറ്റിക് ആണെന്ന് കരുതുക, അതുമായിട്ട് ബന്ധപ്പെട്ട് അത് മാത്രം ആണ് ശരിയെന്ന് കരുതുക, അവിടെയാണ് നമ്മൾ അതിൻ്റെതായ ഡിഫക്റ്റുകൾ കാണിക്കുന്നത്. നമ്മൾ ശരിയായിട്ടുള്ള ലൈവായിട്ട് നമ്മൾ വരുമ്പം പലപ്പോഴും ഇവരുടെ ധാരണകൾ ഇപ്പം നമ്മൾ ഇത് ഒരു കാര്യം നമ്മളിപ്പോൾ ഒത്തിരി റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരുന്നുണ്ട്. ഇപ്പം പലരും സ്വയം ഡയഗ്നോസിസ് മാത്രമല്ല, അവരുടെ പാർട്ട്ണറിനെ കുറിച്ചോ അല്ലെങ്കിൽ സുഹൃത്തിനെ കുറിച്ചോ ഒക്കെയുള്ള ഇന്ന പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആണ് അവർക്കുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെ ബോർഡർ ലൈൻ ട്രെയ്റ്റ്സ് ഉണ്ട്, അതുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ്, സൈദ്ധാന്തികമായിട്ടുള്ള അറിവോ, എന്താണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ എന്താണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഈവൻ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ വളരെ കൺഫ്യൂസിങ് ഒരു നോളജോളജിക്കൽ എൻറ്റിറ്റിയാണ്. അപ്പോൾ അതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എളുപ്പം അങ്ങ് എടുത്തു ചാടുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവളിങ്ങനെ ബോർഡർ ലൈനാണ് അല്ലെ അയാൾ നാർസിസിസ്റ്റിക് ആണ് എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ പറയുമ്പോൾ അതിൻ്റെ ഒരു സയൻറ്റിഫിക് വാലിഡിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വെച്ചാൽ ഇവർ പല ആൾക്കാരും സൈക്കോളജിയോ അല്ലെങ്കിൽ സൈക്യാട്രിയുടെയോ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചവരല്ല. ഇപ്പം നമ്മളൊരു ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ നമുക്കറിയാം ഓരോ ക്ലാസിഫിക്കേറ്ററി സിസ്റ്റംസ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ ഡയഗ്നോസിസ് നടത്താൻ ഇപ്പം വളരെ സർവ്വസാധാരണമായിട്ട് പറയുന്നത് ഞാൻ പാനിക് ഡിസോർഡർ പറയുന്നു. പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത് ഇവർ പറയും, ഈ വരുന്ന ആൾക്കാർ പറയുന്ന പാനിക് ഡിസോർഡറും പാനിക് ഡിസോർഡറിൻ്റെ ക്രൈറ്റീരിയ എന്തായാലും ബന്ധം ഉണ്ടാവില്ല. ഒരു സം സോർട്ട് ഓഫ് ഈ പലതരത്തിലുള്ള ഉത്കണ്ഠാരോഗങ്ങളിൽ ഒരു രോഗം മാത്രമാണ് നമ്മൾ പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത്. അത് പലപ്പോഴും ഒരു സൈക്കാട്രിക് പല ആൾക്കാരും പാനിക് ഡിസോർഡർ വരുമ്പോൾ അതൊരു ശാരീരിക രോഗം പോലെയാണ് കരുതുന്നത്. വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ പോകുന്നു, എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്നു. അത് പലപ്പോഴും ഒരു സൈക്കാട്രിക് കൺസൾട്ടേഷനെക്കാട്ടും കൂടുതൽ ജനറൽ മെഡിക്കൽ ഒപ്പിയിലാണ് ലാൻഡപ്പ് ചെയ്യുന്നത്. അവരത് ആങ്സൈറ്റി ആണെന്ന് പലരും മനസ്സിലാക്കുന്നത് പോലും ഇല്ല. പക്ഷെ വരുന്ന ആൾക്കാർ പലരും ഈ ഡയഗ്നോസ് ചെയ്യുന്ന എനിക്ക് പാനിക് ഡിസോർഡർ എന്ന് പറയും. അപ്പം പാനിക് ഡിസോർഡർ എന്ന് പറയുന്നതിന് പ്രത്യേക ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പോൾ ഒരു ഡിസ്ക്രീറ്റ് എപ്പിസോഡ് ഓഫ് ഇൻറ്റൻസ് ആങ്സൈറ്റി ലാസ്റ്റിംഗ് ഫോർ എ ഷോർട്ട് ടൈം ആൻഡ് ദാറ്റ് ഈസ് ലീഡിങ് ടു ഒരു ആൻറ്റിസിപ്പേറ്ററി ഫിയർ, അങ്ങനെ വരുന്ന ഒരു എപ്പിസോഡിക് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പം ഇത് പലപ്പോഴും ഇവർ പറയുന്ന ഡിസ്ക്രിപ്ഷൻ അതായിരിക്കില്ല. ചിലപ്പോൾ അവർ ജനറലൈസ്ഡ് ആയ ഒരു ആങ്സൈറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ ഉണ്ടാകുന്ന ഒരു ആങ്സൈറ്റിയുടെ ട്രിഗറിനെ കുറിച്ചായിരിക്കും ഇവർ പാനിക്. അപ്പോൾ സാങ്കേതികമായ അർത്ഥത്തിൽ അവർക്ക് ഏതോ ഒരു ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേറ്ററി സിസ്റ്റം. ക്ലാസിഫിക്കേറ്ററി സിസ്റ്റം ഫുൾ ഇതാണെന്നല്ല പറയുന്നത്. ക്ലാസിഫിക്കേറ്ററി സിസ്റ്റത്തിനും കുറേ പരിമിതികളുണ്ട്. പക്ഷെ ഈ എത്തിച്ചേരുന്ന നിഗമനങ്ങളിൽ കുറച്ച് പാളിച്ചകളോ അല്ലെങ്കിൽ കുറച്ച് ഡിഫക്റ്റുകളോ ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അത്തരം കാര്യങ്ങളൊക്കെ ChatGPTയോടോ അല്ലെങ്കിൽ ChatGPT പോലുള്ള ഏതൊരു AO പ്ലാറ്റ്ഫോമിനോട് പറയുമ്പോൾ അവരത് അനലൈസ് ചെയ്തിട്ട് അവർ പറയുന്നു നിങ്ങളുടെ ഹസ്ബൻഡ് നാർസിസ്റ്റിക് ആണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ റിയൽ ലൈഫിൽ? അല്ല, ഇപ്പോഴും നമ്മളിപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു കേസ് എന്നോട് വന്ന് പറഞ്ഞു. ഇതിനകത്തുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് നാർസിസിസ്റ്റിക് ആണ്, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഉള്ള ആളാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് സംശയ രോഗമാണ്. പക്ഷേ ഞാൻ ഹസ്ബൻഡിനെ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ ഒരു ഇംപ്രഷൻ വളരെ റിവേഴ്സായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സബ്മിസീവായിട്ടുള്ളൊരു പേഴ്സണാണ്. ആൻഡ് പ്രോബബ്ലി ഈ നാർസിസിസ്റ്റിക് എന്ന് പറഞ്ഞ ഈ സ്ത്രീക്കൊരു ചെറിയ ഒരു ഇതായിട്ടുള്ള അവിഹിതമായിട്ടുള്ള ബന്ധമുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതും അവരുടേതായിട്ടുള്ള ഒരു വെയർഅബൌട്ട്സിനകത്ത് കൂടുതൽ ശ്രദ്ധിക്കുന്നതുമാണ് അവർ ഈ സംശയ രോഗം എന്ന് പറയുന്നതും ഈ ഡോമിനേറ്റ് ചെയ്യുന്നത്. എൻ്റെ പേഴ്സണൽ സ്ഫിയറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഒരു
ഒരു കുടുംബ സിസ്റ്റത്തിൽ ഇപ്പോൾ ഒരു വൈഫ് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചരിക്കുമ്പം അതിനെക്കുറിച്ചൊരു ഒരു ഹസ്ബൻഡ് അതിനെക്കുറിച്ചൊരു വാണിംഗ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്റ്റ് ചെയ്യുന്നതോ ആണോ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്? അപ്പോൾ അവർ പറയുന്ന അവരുടെ എൻ്റെ സെൽഫ് എക്സ്പ്രഷൻ. ഇപ്പം എനിക്ക് എൻ്റെ ഇപ്പോൾ പുതിയൊരു മാറുന്ന ജെൻഡർ ഇക്വേഷൻസും അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പം പഴയ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫ് എന്നുള്ളൊരു സ്റ്റാറ്റസ് നിൽക്കാൻ പലരും തയ്യാറല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ജീവിതം വേണം. അത് ഫാമിലി സിസ്റ്റമായിട്ടൊക്കെ വരുന്ന കോൺഫ്ലിക്റ്റുകൾ വളരെയധികം കൂടി വരുന്നു. ഇപ്പോൾ ഓൺലൈൻ ഞാൻ പറഞ്ഞില്ലേ, ഈ ChatGPT തന്നെ ഏറ്റവും കുടുംബത്തിനിപ്പം ഒരു കുടുംബം എന്നൊരു സ്ഥാപനത്തിന് ഏറ്റവും വലിയ ത്രെറ്റ് ഉണ്ടാക്കുന്നത് ഈ മൊബൈലിലൂടെ, ഭാര്യയുടേതായാലും ഭർത്താവിലൂടെ ആണെങ്കിലും ഈ ഓൺലൈൻ ആയിട്ടുള്ള വിവാഹേതര ബന്ധങ്ങൾ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് വളരെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിനെ ഒരു ഹസ്ബൻഡ് ചോദ്യം ചെയ്യുമ്പോൾ അതൊരു നാർസിസിസ്റ്റിക് ട്രേറ്റ് ഉള്ളത് കൊണ്ടാണ് എൻ്റെ ഫ്രീഡത്തെ ഇത് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് അതാണോ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ? അല്ലെങ്കിൽ ഈ റിയലായിട്ടുള്ള ഒരു കാര്യത്തെ നമ്മളുള്ള കാര്യം അത് സംശയിക്കാനുള്ള സാഹചര്യം ഉള്ളപ്പം സംശയിക്കുന്നതിനല്ലോ സംശയരോഗം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇതിനകത്ത് നമ്മളിങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ ചെക്ക്, ഇപ്പോൾ ഹസ്ബൻഡ് ഞാൻ എവിടെ പോയിന്ന് മൊബൈലിൽ നോക്കി എന്നെ വിളിച്ചു, ഞാൻ എവിടെ പോയിന്ന് ട്രേസ് ചെയ്തു, ഇത് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ അതിനല്ലല്ലോ. നമ്മളിപ്പോൾ സംശയരോഗം എന്ന് പറയുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു മോർബിഡ് പ്രോസസ് ത്രൂ വിച്ച് എ പേഴ്സൺ ഈസ് കമ്മിങ് ടു ഒരു കൺക്ലൂഷൻ, ഒരു എറേനിയസ് കൺക്ലൂഷൻ. അങ്ങനെയാണ് നമ്മളൊരു സംശയരോഗം ഉണ്ടെന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ സാഹചര്യങ്ങളുള്ളപ്പോൾ അങ്ങനെ വിചാരിക്കുന്നതിന് എങ്ങനെയാണ് സംശയരോഗം എന്ന് പറയുന്നത്? അപ്പോൾ അതേപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം പലപ്പോഴും ഒരിക്കലും ഒരു ബോർഡർ ലൈൻ ട്രേറ്റ്സ് ഉള്ളൊരു കുട്ടിയെ കൊണ്ടുവന്നു. അപ്പോൾ ആ കുട്ടീനോട് പറഞ്ഞു, പലപ്പോഴും ഷി വാസ് സോ ഹോസ്റ്റൈൽ ടു ഹർ ഫാദർ. ഫാദർ ഭയങ്കര ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്, അങ്ങനെ അതാണ്. അവസാനം ഞാൻ ഫാദറിനെ വിളിച്ച് ഞാൻ സംസാരിച്ചു, മദറിനെയൊക്കെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പം ആക്ച്വലി എനിക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് കിട്ടുന്നത് ഇതിനകത്തെ. അപ്പം പലപ്പോഴും ഡീവിയൻ്റ് ആയിട്ടുള്ള ബിഹേവിയറിനെ സാധൂകരിക്കുന്നതിന് വേണ്ടി ചിലപ്പം ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അവരുണ്ടാക്കുന്നുണ്ടോ? ഇപ്പം നമ്മളിപ്പോൾ ഉള്ള കാര്യം അത് തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യനബിൾ ആണ്. അപ്പം പലപ്പോഴും ഇവർ പറയുന്ന ഇപ്പം നമ്മളെ കാണാൻ വരുന്ന ക്ലയൻസ് പറയുന്നതായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെയോ അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കൽ അനുഭവങ്ങളിലെ ഡിസ്ക്രിപ്ഷൻസുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇപ്പം ഇതിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം 2 കേസുകൾ പറഞ്ഞു. ഈ 2 കേസിലും അവരെ സംബന്ധിച്ചിട്ട്, ഈ വന്ന വ്യക്തികളെ സംബന്ധിച്ചിട്ട് അവർ കണ്ടെത്തിയ മാർഗം അല്ലെങ്കിൽ കണ്ടെത്തിയ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് തെറ്റായിരുന്നു. അപ്പം ഇവര് ഇപ്പം സാറിനെ വിശ്വസിക്കും അതോ ChatGPT വിശ്വസിക്കും? ഇല്ല, പലപ്പോഴും ഇതേപോലുള്ള കേസുകളിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അതാണ് ഹ്യൂമൻ ഇൻട്രാക്ഷൻ്റെ ഒരു ഡോമിനൻസ്, ഞാനത് ഒരു സുപ്രീമസി ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ വരുന്ന ആൾക്കാരോട് നമ്മളവരുമായിട്ട് നല്ലൊരു തെറാപ്പിറ്റിക് അലയൻസ്, ഞാൻ ഈ റാപ്പോ തെറാപ്പിറ്റിക് അലയൻസ് എന്ന് പറയുന്ന ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും നമുക്കൊരു ഹ്യൂമൻ ടു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മറ്റൊരോട് സംവദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ റിസോണൻസ്, ഒരു തെറാപ്യൂട്ടിക് അലയൻസ് ഒരിക്കലും നമുക്ക് ChatGPT-യോട് ഉണ്ടാക്കാൻ പറ്റില്ല. ഇനിയിപ്പം പുതിയ കാലങ്ങളിൽ ഉണ്ടാകുമെന്ന് അറിയില്ല, മനസ്സിലായില്ലേ? വളരെ പല ആൾക്കാരും ദേ ആർ ഫോളിങ് ഇൻ ലവ് വിത്ത് ChatGPT. അപ്പം അങ്ങനെ വരുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബ്രെയിൻ ചേഞ്ച് ചെയ്യണം, പുതിയ ജനറേഷൻസിൻ്റെ ബ്രെയിൻ വ്യത്യാസമാണ്. അവരുടെ ആകെപ്പാടെയുള്ള ഒരു സുഹൃത്തെന്ന് പറയുന്നത് തന്നെ പലപ്പോഴും ഈ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഡിവൈസുകളും മറ്റുള്ള മാർഗങ്ങളുമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രോബബ്ലി ഇപ്പം നമ്മൾ മൊബൈലിനെ കുറിച്ച് പറയില്ലേ, ഇപ്പം മൊബൈൽ അഡിക്ഷൻ എന്ന് പറയില്ല. മൊബൈലിന് അഡിക്ഷൻ, ഒരു മൊബൈൽ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇമോഷണൽ റിയാക്ഷൻ പലപ്പോഴും നമ്മൾ മനുഷ്യൻ അടുത്തൊരു സുഹൃത്ത് മരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കാമുകി മരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ബെറീമെന്റ് റിയാക്ഷനെക്കാട്ടിലും കൂടുതലായിട്ട് ഈവൻ കുട്ടികൾ ചിലപ്പോൾ സൂയിസൈഡ് അറ്റംപ്റ്റോ സൂയിസൈഡ് വരെ ചെയ്യുന്നുണ്ട്, നമ്മൾ ഫോഴ്സിബിളായിട്ട് പിടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഇതേപോലെയുള്ള ആ ഒരു ഡിവൈസുകളുമായിട്ടുള്ള വൈകാരിക ബന്ധങ്ങളും കൂടി വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതേപോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നമുക്ക് ഒരു 1-to-1 റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ആ ഒരു അലയൻസ് അല്ലെങ്കിൽ ഒരു ചികിത്സാ സഖ്യം ഉണ്ടാക്കാൻ പലപ്പോഴും ഇതിന് കഴിയില്ല.
അതേപോലെ ഒരു മനുഷ്യൻ നമുക്കിപ്പം സൈക്യാട്രിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണെങ്കിൽ നമുക്കൊരു നല്ലൊരു സൈദ്ധാന്തികമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദിസ് സബ്ജക്റ്റ്. രണ്ടാമത് വേണ്ടത് നമുക്കുള്ള കാര്യം നമുക്കൊരു ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദി ഇൻഡിവിജ്വൽ ആസ് എ ഹ്യൂമൻ ബീയിങ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ നമ്മളൊരു ഇൻഡ്യൂഷൻ അതിനകത്ത് വരുന്നുണ്ട്, എമ്പതി വരുന്നുണ്ട്. അതുപോലെ നമ്മൾ അവരുടെ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് അതിനകത്ത് വർക്ക് ചെയ്യുന്നു. വസ്തുതാപരമായിട്ടും വസ്തുനിഷ്ഠമായിട്ടും അവരോട് വിശദീകരിക്കുമ്പോൾ പലപ്പോഴും അവർക്ക് ബോധ്യപ്പെടാറുണ്ട്. ഈ മെൻ്റൽ ഹെൽത്ത് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ കോവിഡിനൊക്കെ ശേഷം എസ്പെഷ്യലി വളരെ ഡിസ്കസ് ചെയ്യപ്പെടുന്ന, ആളുകൾ കൂടുതൽ തിരക്കി വരുന്ന, അക്സെപ്റ്റൻസ് സ്റ്റിഗ്മയൊക്കെ കുറഞ്ഞു വരുന്നു എന്ന് വേണേൽ നമുക്ക് പറയാം. അതെ, ഡെഫിനറ്റ്ലി. പക്ഷേ അറ്റ് ദ സെയിം ടൈം അത് ഇപ്പം നമ്മൾ നേരത്തെ ഒരു ഡിസ്കഷൻ പോയിന്റിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, പലരും ഒരു കോർണർ ചെയ്യുക, അല്ലെങ്കിൽ ഈ കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ചൈൽഡ്ഹുഡ് കൊണ്ടാണ്, ഇങ്ങനെ ഒരു റീസൺ കണ്ടെത്തി അതിൻ്റെ ഒരു ബ്ലെയിമിൽ ജീവിക്കുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. എൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമയാണോ എൻ്റെ റീസൺ എന്ന് ഞാൻ ChatGPT ചോദിച്ചാൽ ChatGPT എനിക്ക് പറഞ്ഞു തരിക യെസ്, ഇറ്റ്സ് യുവർ ചൈൽഡ്ഹുഡ് ട്രോമ. അപ്പം എനിക്കറിയേണ്ട ഒരു കാര്യം ഇതാണ്, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ട്രോമയാണോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ആണോ? അല്ല, അത് നമ്മൾ ലൈഫ് ഈവൻസ് എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മളിപ്പോൾ സൈക്യാട്രിക് ഹിസ്റ്ററി എടുക്കുമ്പോൾ എന്താണ്, സൈക്യാട്രിക് ഹിസ്റ്ററിയുടെ നമ്മുടെ ഒരു ബയോ സൈക്കോ സോഷ്യൽ പെർസ്പെക്റ്റീവിലാണ് നമ്മളൊരു കേസിനെ അനലൈസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡിങ് ജെനറ്റിക്സ്, അതേപോലെ തന്നെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള മെക്കാനിസംസ്, പിന്നെ സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ്, പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്. അപ്പം പേഴ്സണാലിറ്റിയുടെ ട്രേറ്റ്സ്, അതുപോലെ തന്നെ ഡിഫൻസ് മെക്കാനിസംസ്, മാനസിക പ്രതിരോധ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പം നമ്മുടെ ഈ ബ്രെയിൻ ബേസിക്കലി നമ്മളൊരു ന്യൂറോ ബയോളജിക്കൽ പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് മാനസിക രോഗങ്ങളെന്ന് പറയുമ്പം തന്നെ നമുക്ക് അതിനകത്ത് ഇത് ബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആക്ടിങ് ഇൻ ഐസൊലേഷൻ. ഇറ്റ് ഈസ് ഓൾവേസ് എന്താ വെച്ചാൽ ഇൻട്രാക്ടിങ് വിത്ത് ഒരു സോഷ്യോ കൾച്ചറൽ സിസ്റ്റവും മറ്റുള്ള കാര്യമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം അതിനകത്ത് പ്രധാനമാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫ്രാഗ്മെൻ്ററി ആയിട്ട്, ഇപ്പം പലപ്പോഴും ഉള്ള കാര്യം ഇൻക്ലൂഡിങ് പല ആൾക്കാരും ഒരു ചൈൽഡ്ഹുഡ് സെക്ഷൽ അബ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോഴവരുടെ ഒരു സെക്ഷലി ഡീവിയൻ ബിഹേവിയറിനോ ഒരു സെക്ഷലി പ്രോമിസ്ക്വസ് ആയിട്ടുള്ള ആക്ടിനെയോ ന്യായീകരിക്കാൻ വേണ്ടി ഐ വാസ് ആൻ അബ്യൂസ്ഡ് ചൈൽഡ്. ചിലപ്പോൾ ഈ സെക്സ് അബ്യൂസ് വളരെ വല്ല കാലത്ത് നടന്നിട്ടുള്ള അവർക്ക് ഇമോഷണലായിട്ട് അത്ര ബർഡനിങ് ആയിട്ടുള്ളൊരു കാര്യവും ആയിരിക്കില്ല. പക്ഷേ എങ്കിലും സ്റ്റിൽ ദേ ആർ സൈറ്റിംഗ് ദിസ് ആസ് ദി കോസ് ഫോർ ദിസ് കറൻറ്റ് മാലഡാപ്റ്റ് അല്ലെ ഇതായിട്ടുള്ള ബിഹേവിയർ. അത് എത്രത്തോളം വാലിഡ് ആണെന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാളുടെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വളരുമ്പം അവന് തെറ്റുകളും ശരിയും തിരിച്ചറിഞ്ഞ്, അതിനാണല്ലോ ഗ്രോത്ത് ആൻഡ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവിടെയുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് കൂടുതൽ നേരായ മാർഗത്തിലൂടെ നയിക്കുകയല്ലേ നമ്മുടെ പോവുകയാണല്ലോ ഒരു ശരിയായിട്ടുള്ള ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ അവിടെ ആ ഡെവലപ്മെൻറ്റൽ പേഴ്സ്പെക്റ്റീവിൽ ഏതോ ഡീവിയൻസ് ഉണ്ടായിട്ടുണ്ടെന്നല്ലേ അതിനകത്ത് വരുന്നത്. പക്ഷെ പലപ്പോഴും വരുന്ന ആൾക്കാരൊരു ഡിഫൻസ് ആയിട്ടാണ്, ഞാൻ അതങ്ങനെ സംഭവിച്ചുകൊണ്ട് ഇന്ന് ഞാൻ ഇങ്ങനെയായി. പക്ഷെ അതിന് എത്രത്തോളം ഒരു ശാസ്ത്രീയതയുണ്ട്. പക്ഷെ ചില കേസുകളിൽ നമുക്കിപ്പം വളരെ സിവിയർ ആയിട്ടുള്ളതും ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റേതായിട്ടുള്ള അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ലിങ്കറിങ് ഇഫക്റ്റ് ഓൺ പ്രസൻറ്റ് ബിഹേവിയർ ഉള്ള കേസുകളുണ്ട്. അങ്ങനെ ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ പല ആൾക്കാരും അവരുടെ ഇന്നത്തെ ഒരു ഡീവിയൻ ബിഹേവിയറിനെ ന്യായീകരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് എടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയ അത്ര അഭിലഷണീയമാണെന്ന് തോന്നുന്നില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ അവൈലബിലിറ്റി, നമ്മൾ ഡിസ്കസ് ചെയ്ത അവൈലബിലിറ്റി, ആക്സസിബിലിറ്റി, അഫോർഡബിലിറ്റി എന്ന് പറഞ്ഞ 3 ഫാക്ടേഴ്സ് മെൻ്റൽ ഹെൽത്തിനെ സംബന്ധിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം സാധാരണ ഒരു കാര്യത്തിന് നമ്മൾ ഡോക്ടറെ കാണുന്ന പോലെയുള്ള സമയമല്ല പലപ്പോഴും മെൻ്റൽ ഹെൽത്ത് കൺസൾട്ടേഷൻസിന് വേണ്ടി വരും. അത് സൈക്കോളജിസ്റ്റ് ആയാലും സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ് ആയാലും സൈക്കാട്രിസ്റ്റ് ആയാലും ഒക്കെ കൺസൾട്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം നമുക്ക് വിനിയോഗിക്കേണ്ടി വരും. ഇതേ സമയം പേഷ്യൻ്റ് അല്ലെങ്കിൽ ക്ലയൻറ്റും തരേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ഈ ഒരു കൺസിഡറേഷൻ വരുന്നിടത്താണല്ലോ അവൈലബിലിറ്റി ഇഷ്യൂസ് വരുന്നത്. സാധാരണ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്ത് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ എണ്ണം കുറവാണ്. ഇനി മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ എണ്ണം കുറവാണെന്നതിലുപരി സ്യൂഡോ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഒരുപാട് ഉണ്ട് തന്നെ. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റാം? അല്ല, ഞാൻ സ്യൂഡോ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഉള്ള കാര്യം മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് തന്നെയല്ലേ. ഇപ്പം ഞാൻ പ്രധാനമായിട്ട് യൂട്യൂബ് വീഡിയോസാണ് പറയുന്നത്.
വളരെയധികം യൂട്യൂബ് വീഡിയോസ് നമ്മൾ പറയുന്നത് വളരെ അശാസ്ത്രീയമായിട്ടുള്ള, വളരെ മാനസികമായിട്ടുള്ള, മനഃശാസ്ത്ര തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, ഓരോ ആൾക്കാരുടെ ഭാവനാസൃഷ്ടമായിട്ടുള്ള പല സിദ്ധാന്തങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് എങ്ങനെയാണ് ആൾക്കാർക്ക് ഓഥൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ, ശാസ്ത്രീയമായ വിവരങ്ങളിൽ അവരിൽ എത്തിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ മെൻ്റൽ ഹെൽത്ത് ലിറ്ററസി എന്ന് പറയുന്ന ഒരു മാനസികാരോഗ്യ സാക്ഷരത എന്നുള്ള ഒരു കാര്യം വളരെ പ്രധാനമാണ്. മാനസികാരോഗ്യ സാക്ഷരത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മാനസികാരോഗ്യ പ്രശ്നമുണ്ട്, നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർക്കോ ഒരു മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി. രണ്ടാമത്, ഒരു മാനസിക ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ആരെയാണ് അത് സമീപിക്കേണ്ടത്. ഇപ്പം പലപ്പോഴും നമ്മുടെ ഇപ്പോൾ ഡിമെൻഷ്യ ഒരു ന്യൂറോളജിക്കൽ അസുഖമാണ്, പലപ്പോഴും ഞരമ്പിനെ തലച്ചോറിനെ ബാധിക്കുന്ന അസുഖമാണ്. പക്ഷെ തലച്ചോറിനെ ബാധിക്കുന്ന അസുഖമാണെങ്കിൽ അവർ ഡീവിയൻ ബിഹേവിയർ കാണിക്കും, അല്ലെങ്കിൽ ഇതായിട്ട് അവരുടെ പെരുമാറ്റത്തിൽ അപാകതകളാകുമ്പോൾ പലപ്പോഴും പല ആൾക്കാരും വിചാരിക്കുന്നത് ഇത് മാനസിക രോഗമാണ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അടിസ്ഥാനപരമായിട്ട് ഇതൊരു ന്യൂറോളജി ബേസ്ഡ് ആയിട്ട്, ന്യൂറോളജിസ്റ്റാണ് അടിസ്ഥാനപരമായിട്ട് ആ ഒരു ന്യൂറോളജിക്കൽ ഇൽനെസ്സാണ് തലച്ചോറിനെ ബാധിക്കുന്നത്. പക്ഷെ അതിന് സൈക്യാട്രിക് കമ്പോണൻ്റ് ഉണ്ട്. അപ്പം നമ്മളത് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ആരെയാണ് ഒരു കൗൺസിലറെയാണോ കാണേണ്ടത്, ഇതായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള കൗൺസിലറെയാണോ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ, അല്ലെങ്കിൽ ഒരു ഫാമിലി ഇൻ്റർവെൻഷൻ സൈക്യാട്രിസ്റ്റ്, സൈക്യാട്രിക് സോഷ്യൽ വർക്കേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരെ ആരെ സെലക്ട് ചെയ്യണമെന്നുള്ളൊരു ബോധം പലപ്പോഴും പല ആൾക്കാർക്കും ഉണ്ടാകുന്നില്ല. അപ്പം അങ്ങനെയാണ് അവർ വരുമ്പോൾ ഉള്ള കാര്യം. ഇപ്പോഴും നമ്മുടെ ഒരു കാര്യം വെച്ചാൽ മെൻ്റൽ ഹെൽത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാം ബേസ്ഡ് ഓൺ ഈ നെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പബ്ലിസിറ്റിയും റേറ്റിങ്ങും വെച്ചിട്ടാണ് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു കാര്യം കുറെ ആൾക്കാരെ കൊണ്ട് റിവ്യൂ ചെയ്തിട്ട് 4 സ്റ്റാർ 5 സ്റ്റാർ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആൻഡ് പ്രോബ്ലി അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പല കുഴപ്പങ്ങളും പറ്റുന്നുണ്ട്. പല കുഴപ്പങ്ങളെന്ന് വെച്ചാൽ പല ആൾക്കാരും ഇങ്ങനെ പോയി കഴിഞ്ഞ് ചിലപ്പോൾ 1-2 സെഷൻ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് പലപ്പോഴും അവർ വേറൊരു ഇത് വരുമ്പോഴാണ് ഇവരുടെ ആദ്യ കണ്ട നിഗമനങ്ങളിൽ ഒന്നൊന്നിന് വളരെയധികം ചാർജ് ചെയ്യുകയും അവർ അതിനകത്ത് ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് പിന്നെ നമ്മുടെ അടുത്ത് വരുമ്പോഴാണ്, നമ്മളെയൊക്കെ കാണാൻ വരുമ്പം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ശരിക്കും പറഞ്ഞാൽ ഒരു രോഗനിർണയം നടത്തപ്പെട്ടിട്ടില്ല. അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഒന്നും തന്നെ ശരിയായിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ല. അങ്ങനെ വരുമ്പം ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം അതിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനായിട്ട് ഇത് മാറുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മൾ പറഞ്ഞില്ല, അതിലും ബെറ്റർ ആയിട്ടുള്ള കാര്യം അറ്റ്ലീസ്റ്റ് നമ്മൾ സിംറ്റംസ്. പക്ഷെ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സൊമറ്റൈസേഷൻ ഡിസോർഡർ അല്ലെങ്കിൽ സൊമറ്റോഫോം ഡിസോർഡർ, ശാരീരിക ലക്ഷണങ്ങളായിട്ട് പ്രസൻറ്റ് ചെയ്യപ്പെടുന്ന രോഗലക്ഷണങ്ങളായിട്ട് പ്രസൻറ്റ് ചെയ്യപ്പെടുന്ന ഒത്തിരി മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഈ ശാരീരിക രോഗലക്ഷണങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മൾ ഈ ഗൂഗിളിലോ ചാറ്റ്ജിപിടിയിലോ അടിച്ചു നോക്കി ഒരു എക്സാമ്പിൾ പറയാമോ? നമ്മളിപ്പോൾ ഉള്ള കാര്യം മാനസികമായിട്ടുള്ള ഘടകങ്ങൾ കൊണ്ടുണ്ടാകുന്ന ശാരീരിക രോഗലക്ഷണങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ശരീരവേദന, പൊള്ളല്, പുകച്ചില്, മനസ്സിലായില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ വിവിധ ശരീര അവയവങ്ങളെ ബാധിക്കുന്നതായിട്ടുള്ള പല രോഗലക്ഷണങ്ങൾ, നെഞ്ചുവേദന, ശ്വാസമുട്ട്, ആകെപ്പാടെ അത് രോഗത്തിൻ്റെ ഒരു കൂടാണ്. സ്പെസിഫിക് ആയിട്ടൊന്നുമില്ല. അവർ പല ഡോക്ടർമാരെ കാണും, ഇങ്ങനെ ഡോക്ടർ ഷോപ്പിങ്ങിന് നടക്കും, അവസാനം എല്ലാ തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനും ഒക്കെ ചെയ്യും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇവർക്ക് രോഗങ്ങളൊന്നും നിർണ്ണയിക്കാൻ പറ്റില്ല. ഈ മാനസികമായിട്ടുള്ള കാരണങ്ങളുടെ അടിസ്ഥാനമായിരിക്കും ഈ ശാരീരിക രോഗങ്ങളുടെ ബുദ്ധിമുട്ടിന്റെ കാരണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉള്ള കാര്യം ഇവർ ഈ രോഗലക്ഷണങ്ങൾ ചിലപ്പോൾ ഈ ചാറ്റ്ജിപിടിയോ മറ്റുള്ള കാര്യങ്ങളോടോ ചിലപ്പോൾ വളരെ ഭീകരമായിട്ടുള്ള ഡയഗ്നോസ് ആയിരിക്കും അവർ കിട്ടുന്നത്. അത് വിശ്വസിക്കപ്പെടുക അല്ല, അതാണ്. അപ്പൊ അവിടെ വരുമ്പോൾ ഉള്ള കാര്യം അത് ചിലപ്പോൾ അതേസമയം നമ്മളൊരു നല്ലൊരു തെറാപ്പറ്റിക് അലയൻസോടുകൂടി അവരെ നമ്മുടെ ഒരു ട്രീറ്റ്മെന്റിലേക്ക് കൊണ്ടുവരികയും ഗ്രാജുവലായിട്ട് അവർക്ക് സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് പോലെയുള്ള സൈക്കോളജിക്കൽ ആൻഡ് സൈക്കോസോഷ്യൽ ഇന്റർവെൻഷൻസിലൂടെ അവരെ മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റും. അവിടെയാണ് നമ്മുടെ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യം ഇവിടെ ബോധ്യപ്പെടുന്നത്. അതേപോലെ തന്നെ പല ഡയഗ്നോസ്, ഇപ്പോൾ നമ്മൾ സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു ഡയഗ്നോസ് നമ്മൾ ചിലപ്പം ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ കിട്ടുന്ന ഭയങ്കര ഭീകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഇൻക്യൂറബിൾ ഇൽനെസ് ഇൻ വിച്ച് ദ നീഡ് ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ്, ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കണം, അത് വലിയ ഒരു രോഗം. പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥയില്ല. നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കാണുന്നത് തുടക്കത്തിലെ ചികിത്സിക്കുന്ന കേസുകൾ,
ഏർലി ഇൻ്റർവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് വളരെയധികം നല്ല ഫലപ്രാപ്തി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ വെസ്റ്റേൺ ഇതിലൊക്കെ നമ്മൾ കാണുന്നതിൽ ഉപരിയായിട്ട് നമ്മുടെ കൃത്യമായിട്ട് ഇപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം തുടക്കത്തിലേ ചികിത്സ നൽകുക. ആ ഒരു ചികിത്സയിൽ തുടരുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഫലം കിട്ടുന്നുണ്ട്. നല്ലൊരു ശതമാനം ആൾക്കാർ ഒരു വർഷത്തിനൊക്കെ ശേഷം വളരെ സിംറ്റംസ് എല്ലാം റിലീവ് ചെയ്തിട്ട് മെഡിക്കേഷൻ ഇല്ലാതെ പോകുന്ന ആൾക്കാർ വരെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള കാര്യം നമ്മുടെ ഈ മാനസിക രോഗത്തെക്കുറിച്ചുള്ള അപകർഷതാബോധം മൂലം ഈ ചികിത്സയ്ക്ക് ആൾക്കാർ വരുന്നില്ല. വന്നാൽ തന്നെയുള്ള അവിദഗ്ധമായിട്ടുള്ള ചികിത്സയും അതുപോലെ തന്നെ നമ്മുടെ മതപരമായിട്ടുള്ള ചികിത്സയും മാജിക് റിലീജിയസ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ചിലപ്പം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള കാര്യം ചികിത്സ എത്രത്തോളം താമസിക്കുന്നോ അത്രത്തോളം ആ രോഗം ദീർഘസ്ഥായിലാകുകയും ആ പരിപൂർണമായിട്ടുള്ള ആ സുഖപ്രാപ്തിയിലേക്കുള്ള മാർഗം തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ChatGPT ഞാൻ ഈ AI ബേസ്ഡ് ഇൻ്റർവെൻഷൻസിൻ്റെ ഒരു ഗുണം ഞാൻ കണ്ടത് പലപ്പോഴും ഈ ആൾക്കാർ അറ്റ്ലീസ്റ്റ് മാനസികാരോഗ്യത്തെക്കുറിച്ച് വറീഡാണ്, ബോധേഡാണെന്നുള്ളതാണ്. അങ്ങനെയുള്ളത് അതുകൊണ്ടാണല്ലോ അവർ പോയി ഇത് ചെയ്യുന്നത്, സെർച്ച് ചെയ്യുന്നത്. അപ്പം അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരു എക്സ്പേർട്ടിന്റെ സഹായത്തോടു കൂടി നിർദ്ധാരണം ചെയ്യുക എന്നാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിന്റെ ഒരു ലിമിറ്റ് എവിടെയാണ്? എവിടെ വരെ നമുക്ക് ഇതിനെയൊക്കെ റിലേ ചെയ്യാൻ പറ്റും? ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നല്ല സ്പെസിഫിക്, ഞാൻ പറയില്ല, ഇപ്പം ഡിപ്രഷൻ്റെതായിട്ടുള്ള നല്ല ടെക്സ്റ്റ് ബുക്ക് ക്രൈറ്റീരിയ ഉള്ള ഒരു രോഗ ഇതാണ് നമുക്ക് നമ്മുടെ ICD-10 11 കൃത്യമായിട്ടുള്ള സിംറ്റംസ് ഉള്ള അത് ചിലപ്പോൾ അടിച്ചു നോക്കിയാൽ ചിലപ്പം കറക്റ്റ് ഡയഗ്നോസ് ആയിരിക്കും കിട്ടുന്നത്. മനസ്സിലായാലും ഇപ്പം പെർസിസ്റ്റന്റ് ഡിപ്രഷൻ, ക്രൈയിങ് സ്പെൽസ്, വീക്ക്നെസ്, ടയർഡ്നെസ്, സ്ലീപ്പ് ഡിക്രീസ് ഇതെല്ലാം ഉണ്ടെന്ന് വെക്കട്ടെ, ടിപ്പിക്കൽ. പക്ഷെ വേറെ കാര്യമുണ്ട്, മാനസിക രോഗത്തിൽ ഒത്തിരിയും പ്രസന്റേഷൻസ് ഉണ്ട്, വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പ്രസന്റേഷൻസ് ഉണ്ട്. അപ്പോൾ ജീറിയാട്രിക് ഡിപ്രഷൻ ചിലപ്പോൾ അജിറ്റേഷനായിട്ട് പ്രസന്റ് ചെയ്യാം. അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള ഡിപ്രഷൻ ചിലപ്പോൾ ആങ്കറായിട്ടും മറ്റുള്ള ആങ്കർ ഔട്ട് ബേസ് ആയിട്ടൊക്കെ പ്രസന്റ് ചെയ്യാം. അതേപോലെ മാസ്ക്ഡ് ഡിപ്രഷൻ ഉണ്ട്. ഇതൊക്കെ വരുമ്പോൾ വളരെ ടിപ്പിക്കലായിട്ടുള്ള പ്രസന്റേഷൻസ് വളരെ കൂടുതലാണ്. അതൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതേപോലെയുള്ള സിസ്റ്റംസ് പിക്കപ്പ് ചെയ്യാൻ. അതായത് ഒരു സർഫസ് ലെവലിൽ നമുക്കൊരു ഇൻഫർമേഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് റിലേ ചെയ്യാൻ പറ്റുകയും എന്നാൽ അത് കൺഫേം ചെയ്യാനായിട്ട് ഒരു പ്രൊഫഷണൽ വേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു ഇത്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, നമ്മൾ ഇന്റർവെൻഷൻ ലെവലിൽ വരുമ്പം അതിനകത്തുള്ളവർക്ക് ഒത്തിരിയും കാര്യങ്ങൾ ഇപ്പം തെറാപ്യൂട്ടിക്സിലും ഒത്തിരി ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലോ. ഇപ്പം കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, അതേപോലെ തന്നെ ഒത്തിരി ആപ്പുകൾ ഇന്നുണ്ട്. ഈ മെഡിറ്റേഷൻ, മൂഡ് ട്രാക്കിങ്, അതേപോലെ തന്നെ ഈ ഇതിൻ്റെ മോണിറ്ററിങ് ഓഫ് ദിസ് തിങ്, ഒത്തിരി മേഖലകൾ ഇത് കൈയടക്കി വരുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ അതിൻ്റെയൊക്കെ എന്ന് വെച്ചാൽ പ്രായോഗിക തലത്തിലുള്ള ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കേസ് ശാസ്ത്രീയമായിട്ട് പഠിക്കണം. ഇങ്ങനെ ഇൻ്റർവെൻഷനിലൂടെ അത് ഉള്ള ഫലപ്രാപ്തി, അതിൻ്റെ എഫിക്കസി, അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, ഇതൊക്കെ നമ്മൾ കുറേ കേസ് റിവ്യൂ ചെയ്ത് അത് അനലൈസ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു എവിഡൻസ് ബേസ് ഉണ്ടാക്കുന്നത്. വെൻ കമ്പയർഡ് ഇപ്പോൾ ക്ലിനിക്കലി വരുന്ന കേസുകളും ക്ലിനിക്കലായിട്ട് കൺഫേംഡ് ആയിട്ടുള്ള കേസുകളും അതിൻ്റെ ഔട്ട്കമും ഇതേപോലെയുള്ള കേസുകളുടെ ഇതും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഒരു റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ പോലെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അനലൈസ് ചെയ്ത് പഠന വിധേയമാക്കേണ്ടതാണ്. അതേപോലെ ഇതിൻ്റെ എത്തിക്കൽ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവോൾവിങ് ഒരു ഫീൽഡാണ്. അപ്പോൾ അതിൻ്റെ എത്തിക്കൽ ആയിട്ടുള്ള ഉള്ള ഡയമെൻഷൻസ് എന്താണ്, അതുപോലെ ഇത് എവിടെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാര്യം തന്നെ ഒത്തിരി ഡിസ്കഷൻ നടക്കുന്നതേ ഉള്ളൂ. എവിടെ റെഗുലേറ്റ് ചെയ്യണം, എങ്ങനെ റെഗുലേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ഇത് ഉപയോഗിച്ചാലല്ലേ പ്രായോഗികമായിട്ട് അനുഭവം ഉണ്ടാവുള്ളൂ. ഈ അനുഭവങ്ങളെ നമ്മളൊരു ശാസ്ത്രീയമായിട്ടുള്ള വിശകലനത്തിന് വിധേയമാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പോളിസി ഇതെങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്, ഇതിനകത്ത് എന്താണ് ഡിഫക്റ്റുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു UK കണ്ടൊരു കേസ് ഉണ്ടായി. ഒരു കേസ് ഞാൻ പത്രത്തിൽ വായിച്ചതാണ്. ഈ AI ബേസ്ഡ് ആയിട്ടുള്ള ഇന്റർവെൻഷന് പോയി ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു എന്നുള്ളൊരു കേസ്. അപ്പോൾ അതുപോലെ ഇതിൻ്റെ എവിടെയാണ് ഇതിൻ്റെതായിട്ടുള്ള ഇത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകുന്നത് എന്നുള്ള കാര്യം നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് നമ്മൾ പൂർണ്ണമായിട്ട് നിരാകരിക്കുന്നതിന് പകരം നമ്മളിതിനെ ശാസ്ത്രീയമായിട്ട് തന്നെ നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും അതിൻ്റെ പോസിറ്റീവ് സൈഡുകൾ കൂടുതൽ എൻഹാൻസ് ചെയ്യുകയും നെഗറ്റീവായിട്ടുള്ള സൈഡുകൾ റെഗുലേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ നമ്മളിതിനകത്ത് പുരോഗമനപരമായിട്ട് വരുന്ന ഒരു കാര്യവും അതിനെ നമ്മളൊരു അങ്ങനെ മോശമായിട്ട് കാണേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്ന്
എന്ന് മാത്രമല്ല, നമ്മളിപ്പം പറഞ്ഞില്ലേ, ഇനി ആർട്ടിഫിഷ്യൽ ഇമോഷണൽ ഇൻ്റലിജൻസ്, എമ്പതി, അതേപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫ്യൂച്ചറിൽ ഇത് മോർ സെൻസിറ്റീവായിട്ടുള്ള, ഇപ്പം എൻ്റെ മുഖം സങ്കടകരമായിരിക്കും, ആ സങ്കടകരമായിട്ട് നിങ്ങളുടെ ഇതേപോലെ ഡിവൈസ് എന്താ ദുഃഖിച്ചിരിക്കുന്നത് നമ്മളോട് ചോദിക്കുന്ന ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കൂടെ സെൻസിറ്റീവായിട്ടുള്ള ഈ ഫേസ് റെക്കഗ്നീഷനും ഇപ്പം നമ്മുടെ ബയോമെട്രിക്സ് പോലെ തന്നെ നമ്മുടെ മുഖഭാവങ്ങളും നമ്മുടെ ആന്തരികമായ സൗണ്ടിൻ്റെതായിട്ടുള്ള ദുഃഖാകുലമായിട്ടുള്ള മോഡുലേഷൻസും ഒക്കെ ക്യാപ്ചർ ചെയ്ത് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നതായിട്ടുള്ള ഇത് എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെ വരുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ നമുക്ക് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബയോമെട്രിക് അതേപോലുള്ളത് നമുക്ക് ഒരു 10-20 വർഷം മുമ്പ് നമുക്ക് അന്യമായിരുന്നു. ഇന്ന് നമുക്കത് നമ്മളിന്ന് വളരെ സർവ്വസാധാരണമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം വരും കാലങ്ങളിൽ എങ്ങനെ ഇത് ഇവോൾവ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില മോർ ഡെഫിനറ്റ്ലി കുറെ കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റംസും ഡെവലപ്പ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രത്യാശ.